ക്ലാസ്സുകാരൻ വീട് വിട്ടിറങ്ങി. അമ്മയ്ക്കെതിരെ പരാതിപ്പെടാൻ പോലീസ് സ്റ്റേഷനിൽ എന്ന് കരുതി ഫയർ സ്റ്റേഷനിലേക്കാണ് കുട്ടി എത്തിയത്. കുട്ടിക്ക് രക്ഷകരായി മാറിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്കൊപ്പം അനഘ മുരളി ചേരുന്നുണ്ട്. നമുക്ക് കാണാം എന്താണ് സംഭവിച്ചത്. പോലീസ് സ്റ്റേഷനാണെന്ന് കരുതി 2ാം ക്ലാസ്സുകാരൻ കയറി ചെന്ന മലപ്പുറത്തെ ഫയർ സ്റ്റേഷനാണിത്. അമ്മയ്ക്കെതിരെ പരാതി കൊടുക്കാൻ 4 കിലോമീറ്ററിലധികം ദൂരം നടന്നാണ് കുട്ടി ഇവിടെ എത്തിയത്. കുട്ടിക്ക് രക്ഷയായിട്ടുള്ള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെയാണ് നമുക്കൊപ്പം ചേരുന്നത്. കുട്ടി ഇത് പോലീസ് സ്റ്റേഷനാണെന്ന് കരുതി അങ്ങനെയാണെന്നും അറിയത്തില്ല, ഞങ്ങൾക്ക് അറിയത്തില്ല. സംഭവം കുട്ടി ഇവിടെ ഒരു ആവശ്യ നിലയിൽ ഒരു കുട്ടി ഇവിടെ വന്നു. എന്നിട്ട് ഞങ്ങളുടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ അടുത്താണ് പറഞ്ഞത്, പിന്നെ എന്നെ ഉമ്മ വീട്ടിൽ കയറ്റുന്നില്ല, അതുകൊണ്ട് എന്തോ ചെയ്യണമെന്ന്. അപ്പോൾ തന്നെ തീരെ ആവശ്യമായിരുന്നു. അപ്പോഴത്തേനെ ഞങ്ങൾ കുറച്ച് വെള്ളവും കൊടുത്തു. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയമായതുകൊണ്ട് അവനെ ഞങ്ങളെ കൂട്ടത്തിൽ ഭക്ഷണവും കഴിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചൈൽഡ് ഹെൽപ്പ് അതേസമയം തന്നെ ചൈൽഡ് ഹെൽപ്പിൽ അറിയിച്ചു. അവരുടനെ തന്നെ വന്നു. അതിനോടൊപ്പം ഞങ്ങൾ ലോക്കൽ ഒരു അന്വേഷണം നടത്തി. നമ്മുടെ ആൾക്കാരോട് അടുത്തുണ്ടായിരുന്നു. അപ്പോൾ അവർ അന്വേഷിച്ചപ്പോഴത്തേന് അവർക്ക് അറിയാവുന്ന ഒരാൾ ഇയാളുടെ പിതാവായിട്ടുണ്ടാകും. പിതാവിനെ അറിയിച്ച് അയാളും ഇവിടെ എത്തി. കുട്ടിയുടെ പിതാവും ഇവിടെ എത്തി. അപ്പോൾ രണ്ടുപേരും എത്തിക്കഴിഞ്ഞ് കുട്ടിയായിട്ട് ചൈൽഡ് കൗൺസിലർ സംസാരിച്ചു. അതിനുശേഷം ഈ ചൈൽഡ് കൗൺസിലറും കുട്ടിയുടെ പിതാവും കൂടെ അവർ രണ്ടുപേരുടെ അയാളുടെ വീട്ടിലേക്ക് പോയി. കുട്ടിയുടെ വീട്ടിലേക്ക് പോയപ്പോഴാണ് കുട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോയാന്ന് കുട്ടിയുടെ ഉമ്മ പറയുന്നത്. അല്ല, ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല, പോലീസ് സ്റ്റേഷനിലേക്കാണെന്ന് അറിയത്തില്ല. എന്തായാലും ശുഭമായിട്ട് കലാശിച്ച കാര്യം, വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ചെറിയ കുട്ടികളാത്ര അവർക്ക്. പിന്നെ താഴെ 2 ചെറിയ കുട്ടികളുണ്ട്. അപ്പൊ അവര് വികൃതി കാട്ടിയിട്ടാണ് ഉള്ളിന്ന് കുറ്റിട്ടെന്ന് പറയുന്ന വാപ്പ. ഈ സംഭവം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നടന്ന ഒരു സംഭവമാണ്. അതൊരു ഫണ്ണി ആയിട്ടുള്ളൊരു തമാശ രീതിയിലാണ് ന്യൂസൊക്കെ എടുത്ത ഒരു കുട്ടി അവിടെ വന്ന ഒരു കാര്യം. ഫയർഫോഴ്സ് ഓഫീസിൽ വന്നതിന് ശേഷം ഇതേ കണക്ക് കംപ്ലൈൻ്റൊക്കെ ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും ഇത് സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കുട്ടികൾ നമ്മളെ പോലെയുള്ളവരൊന്നുമല്ല. പെട്ടെന്ന് ചില കാര്യങ്ങൾ പെട്ടെന്ന് റിയാക്ഷൻ ആവുന്നതാണ്. ഈ ഇടയ്ക്ക് തന്നെ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ ഒരു കുട്ടി അമ്മ എന്തോ പഠിക്കാനുണ്ട്, എക്സാം വരുവാണ്, അതുകൊണ്ട് TV കാണണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഈ ഒരു കുട്ടി കഴിഞ്ഞ ദിവസം ഈ റൂം അടക്കി അതിനുശേഷം ആത്മഹത്യയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും സെൻസിറ്റീവായിട്ട് ഈ ഒരു കുട്ടികൾ ഇന്നത്തെ കാലത്ത് വരുവാണ്. അപ്പോൾ അവരുടെ അടുത്ത് പെരുമാറേണ്ട രീതിയും കാര്യങ്ങളൊക്കെ വളരെ ചേഞ്ചായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ടത്തെ കണക്കല്ല. ഇപ്പം പണ്ടൊക്കെ നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വീട്ടിലെ അമ്മയും അച്ഛനുമായിട്ടൊക്കെ അടിയുണ്ടാക്കിയാൽ തന്നെ നമ്മൾ മാക്സിമം എന്ത് പറയുന്നതെന്നോ നമ്മളിന്ന് ചോറ് കഴിക്കില്ല എന്ന് പറഞ്ഞ് നമ്മൾ വാശി പിടിച്ച് നിൽക്കാം. അതായിരുന്നു ചെയ്തത്. പക്ഷെ ഇത്രയൊക്കെ പോകുമെന്ന് തന്നെ നമുക്ക് തോന്നുന്നില്ല. ഇന്നത്തെ കുട്ടികളുടെ ഒരു എന്താ പറയുക ചിന്താഗതി എല്ലാം തന്നെ ഡിഫറെൻ്റാണ്. അവർക്കിപ്പം ബാക്കിയുള്ള മുതിർന്നവരും എല്ലാം എന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പം വഴക്കിട്ടാൽ പോലും അതുപോലും സഹിക്കാൻ പറ്റാത്ത അത്രയ്ക്കായി വരുവാണ്. ചിലപ്പം സംസാരിക്കുന്ന രീതി പോലും ബാക്കി മുതിർന്നവരോട് സംസാരിക്കുന്ന രീതി വരെ ഡിഫറെൻ്റ് ഉണ്ട്. നമ്മൾ സംസാരിച്ച രീതി പോലൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അവരെ കൈകാര്യം ചെയ്യുന്ന രീതിയിലും ഭയങ്കര വ്യത്യാസമുണ്ട്. ഇത് ചുമ്മാ തമാശയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതുപോലെ തന്നെ മെയിനായിട്ടൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കുട്ടിയുടെ അമ്മയുടെ കാര്യവും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ആ ഒരു കുട്ടി വീട്ടിൽ ഇല്ലാത്ത അറിഞ്ഞിട്ട് പോലും ഇങ്ങനെ എന്താ പറയുക, അത് ഭയങ്കരമായിട്ട് കംപ്ലൈൻറ്റോ അങ്ങനെയൊന്നും ആവാതെ എന്താണ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനിയിപ്പം ആ ഒരു കുട്ടിയുടെ അമ്മ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഗേറ്റ് അടച്ചതെന്ന് പറഞ്ഞാൽ വേറെ 2 കുട്ടികളുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കുറ്റി, അതായത് ആ ഒരു ഗേറ്റിൻ്റെ കുറ്റി അടച്ചതെന്നൊക്കെയാണ് പറഞ്ഞത്. എന്നിരുന്നാൽ പോലും അവരമ്മ ഈ ഒരു കുട്ടിയുടെ കാര്യത്തിൽ ഇങ്ങനെ തിരക്കാതെ ഇരിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ്, ഒരു മൂത്ത കുട്ടി അല്ലെങ്കിൽ ഇളയ കുട്ടി വീട്ടിലുണ്ടെങ്കിൽ രണ്ടാമത് ജനിക്കുന്ന ഒരു കുട്ടി വരുന്ന സമയത്ത് മൂത്ത കുട്ടിയെടുത്ത് ബന്ധുക്കളെല്ലാം പറയും, ഇനിയിപ്പം നിന്നെ അച്ഛനും അമ്മയ്ക്കും വേണ്ട എന്ന തമാശ രീതിയിലൊക്കെ സംസാരിക്കാറുണ്ട്. പക്ഷേ അതെന്തുമാത്രം മാനസികമായിട്ട് ചിലപ്പം ബാധിക്കാം എന്നുള്ള കാര്യം നമുക്കറിയില്ല. ചിലപ്പോൾ അത് വളർന്നാലും ശരി അത് മാറാതെ അങ്ങനെ തന്നെ ഇരിക്കും. ചിലപ്പോൾ സഹോദരനോ സഹോദരി ആയാലും അവരോട് ദേഷ്യം വരെ തോന്നാം. ഇതൊന്നും അറിയാതാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇന്നത്തെ തലമുറയിലുള്ള കുട്ടികൾ ഇപ്പം ഇതൊന്നും ഭയങ്കരമായിട്ട് എല്ലാം സീരിയസ് ആയിട്ട് എടുക്കുന്നവരാണ്. അപ്പം എല്ലായിടത്തും ആ രീതിയിൽ സംസാരിക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മളിപ്പം പേരൻസിന് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ എപ്പോഴും കുട്ടികളെ നോക്കാൻ പറ്റിയെന്ന് വരില്ല. 2 പേരും ചിലപ്പോൾ ആ ഒരു കൊച്ചു കുട്ടിയാണ്ട് കുറച്ച് കെയർ കൂടുതൽ കൊടുക്കാം. അത് ചിലപ്പോൾ നമുക്ക് മനസ്സിലാവത്തില്ല. ആ ഒരു മൂത്ത കുട്ടിക്ക് അത് ഭയങ്കരമായിട്ട് ഫീലാവാം. അതങ്ങനെ തന്നെ കിടക്കുകയും ചെയ്യും. ചിലവർ പറയും വലുതാവുന്ന സമയത്ത് ഇത് മാറും എന്നുള്ളൊരു കാര്യം. പക്ഷേ എല്ലാ കാര്യങ്ങളും അങ്ങനെ മാറുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം മാറാൻ പറ്റില്ല. കാരണം ചെറുപ്പം തൊട്ടേ ചില കാര്യങ്ങൾ അങ്ങനെ മനസ്സിൽ കിടന്നത് വലുതായാലും അതങ്ങനെ തന്നെ കിടക്കും. ചിലപ്പം സഹോദരങ്ങളോട് ദേഷ്യം വരെ തോന്നും. അപ്പോൾ ഇതൊന്നും ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമാണ്.
അല്ലാതെ ഒരിക്കലും അത് തമാശയായിട്ട് എടുക്കാനോ ഒന്നും തന്നെ പാടില്ല. ഇപ്പം ഇന്നത്തെ തലമുറയിൽ വരുന്ന കുട്ടികളെ അവരവരെ രീതിയിൽ അതേതായിട്ട് നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് ശ്രദ്ധിക്കണം. ഇപ്പം വരുന്ന ഇനി തലമുറയിൽ അച്ഛനും അമ്മയും ആവാൻ പോകുന്നവർ, അല്ലെങ്കിൽ അച്ഛനും അമ്മയും ഇപ്പോൾ ഉള്ളവരും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. കാരണം ഇപ്പോഴുള്ള കുട്ടികളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ വളരെ ഡിഫറെൻ്റ് ആണ് കഴിഞ്ഞ തലമുറയിൽ നിന്നും. അത് ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ തലമുറയ്ക്ക് ആ ഒരു ഗൈഡൻസ് വേണം. ചിലപ്പോൾ നിങ്ങൾ വഴക്ക് പറഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ അവരെ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യണം.